യെസ്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനൊരു ചെറിയ ഹാക്കിങ്ങിലാണ്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ നമുക്കൊരു ഹാക്കിങ്ങിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. ഹാക്കിംഗ് പഠിക്കുകയല്ല ചെയ്യുന്നത്, പകരം ഹാക്കിംഗ് എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നുമല്ല സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് ഹാക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻട്രോ നമുക്ക് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാം. ലൈറ്റ് വളരെ കുറവാണ്, നമുക്ക് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ആ ഇൻട്രോ കണ്ടിട്ട് ഒന്നിന് വരും. അപ്പോൾ നമ്മൾ ഉള്ളിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പുറത്ത് വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഉള്ളിൽ നമ്മളൊരു ഹാക്കിംഗ് പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടാണ് അവിടെ ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്ന് വന്നിട്ടുള്ളതിൻ്റെ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻട്രോയിലേക്ക് കിടക്കുകയാണ് നമുക്ക്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ റയീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ടൈറ്റിലും തംബ്നെയിലും കണ്ട പോലെ 5 മിനിറ്റ് കൊണ്ട് ഹാക്കിംഗ് പഠിക്കലല്ല നമ്മളെ സബ്ജക്റ്റ്. ഹാക്കിംഗ് ഒന്നും അത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു പരിപാടിയല്ല. അത് നല്ല എഫേർട്ടും നല്ല രീതിയിലുള്ള ലേണിങ്ങും വേണം. അപ്പോൾ ഹാക്കിംഗ് ആണ്, പക്ഷേ ഹാക്കിംഗ് പഠിക്കലല്ല. പകരം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് 5-ാം പാതിര എന്നുള്ള മൂവി കണ്ടത്. നല്ലൊരു കിടിലം പടമാണ്. അപ്പോൾ അതിൽ നമ്മളെ ശ്രീനാഥ് ബാസിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, ആൻഡ്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ മൂപ്പര് കേരളത്തിലെ നമ്പർ 1 ഹാക്കർ എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ശ്രീനാഥ് ബാസി പലപ്പോഴും സ്ക്രീനിൻ്റെ 3-4 സ്ക്രീനുകൾ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഹാക്ക് ചെയ്യാറ്. അപ്പോൾ ആ സ്ക്രീനിൽ പലപ്പോഴും ഒരു ഗ്രീൻ സ്ക്രീനാണ്. ഗ്രീനിൽ കുറേ കാര്യങ്ങൾ, കുറേ കോഡിങ്ങും കുറേ ലെറ്റേഴ്സ് ഇങ്ങനെ വന്നു പോകും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുപോലെ ഒരു സ്ക്രീന് നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വെറുതെ നോക്കിയതാണ്. അപ്പോൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ അതൊന്ന് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നുമില്ല. പകരം നമുക്ക് നമ്മളൊരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടുകാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കാനല്ല, ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാക്ക് ചെയ്യുന്നതൊക്കെ പോലെ കുറേ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് നമ്മൾ വെറുതെ കോഡ് ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു വെബ്സൈറ്റാണ്, ഗ്രീക്ക് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ള ഒരു സ്റ്റിമുലേറ്റർ ആണ്. നമുക്ക് ജസ്റ്റ് ആ വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ ലിങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഞാൻ കൊടുക്കാം. ആ ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ ഒരു ഹാക്കിംഗ് പ്രതീതി വരുന്ന രൂപത്തിൽ ഹാക്കിംഗ് സ്ക്രീന് വരും. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുന്നതൊക്കെ അതിൽ ഓൾറെഡി അവർ സെറ്റ് ചെയ്തിട്ടുള്ള, നമ്മളെ കീബോർഡിൽ എന്ത് കീ അമർത്തിയാലും അതിലും അവർ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ആക്സസ് ഗ്രാൻഡഡ്, പാസ്വേഡ് റിജക്റ്റഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, നമ്മുടെ ആക്സസ് റിജക്റ്റഡ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഓൾറെഡി ബിൽട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ബട്ടണും നമുക്ക് ഓരോ നെക്കി കഴിഞ്ഞാൽ അത് നമുക്ക് മെസ്സേജ് ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഒരു പാസ്വേഡ് ക്രാക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരു ഇതുണ്ട്. പിന്നെ CCTV ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ഒരു CCTV സർവൈലൻസിൻ്റെ ഒരു വീഡിയോ അതിൽ കാണിക്കുകയാണ്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, ഫീച്ചേഴ്സ് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ക്രീനിലൊന്ന് പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഹാക്കിംഗ് സ്ക്രീന് നമ്മളെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. ഞാനിപ്പോൾ ഇവിടെ ക്രോം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് താഴെ കൊടുത്തുള്ള ലിങ്കിൽ കയറുക. ഒന്നില്ലെങ്കിൽ ജസ്റ്റ് ലിങ്ക് ടൈപ്പ് ചെയ്തിട്ട് കയറാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഗ്രീക്ക് പ്രാങ്ക് ഹാക്ക് എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്രീക്ക് പ്രാങ്ക് /hacker എന്നുള്ള ഇത് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹാക്കിംഗ് വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരും. സിമ്പിളാണ്. geekprank.com/hacker എന്നുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ഹാക്കിംഗ് വിൻഡോ ഓപ്പൺ ആയി വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇതിപ്പോൾ നമ്മളെ വിൻഡോ സ്ക്രീനിലാണ് കാണുന്നത്. അതായത് നമ്മൾ ബ്രൗസറിൻ്റെ സാധാ സ്ക്രീനിലാണ് കാണുന്നത്. ജസ്റ്റ് നമ്മളെ കീബോർഡിൽ F11 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ സ്ക്രീനിലേക്ക് മാറാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ക്രോസ് ബട്ടൺ കാണാൻ സാധിക്കും. അത് ഫുൾ സ്ക്രീനിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കിതാണ് ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു ഗ്രീൻ വിൻഡോ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ആ വിൻഡോനെ ഫുൾ സ്ക്രീൻ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേറെ ഒന്നുമില്ല, ആ വിൻഡോ മാത്രമാണ്. നിങ്ങൾക്ക് ഇവിടേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ബിറ്റ്കോയിൻ മൈനർ, പാസ്വേഡ് ക്രാക്കർ, റിമോട്ട് കണക്ഷന്, ഇന്റർപോൾ ഡാറ്റാബേസ്, പ്രോഗ്രാം കൺസോള്, സീക്രട്ട് ഡീൽസ്, ന്യൂക്ലിയർ പ്ലാന്റ്, ഹെഡ് ക്വാർട്ടേഴ്സ് സർവൈലൻസ്. ഇത്രയും സംഭവങ്ങളാണ് ഇതിലോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം പ്രത്യേകം പറയട്ടെ, ഇതൊരു പ്രാങ്ക് മാത്രമാണ്. ഒരിക്കലും ഹാക്കിങ്ങിന് ഇങ്ങനെ നല്ല യൂസ് ചെയ്യുക. ജസ്റ്റ് ഇവരിത് ഒരു പ്രാങ്ക് ആയിട്ട് ജസ്റ്റ് നമ്മളൊരു തമാശക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്.
അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ബിറ്റ് കോയിൻ മൈനർ എന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ബിറ്റ് കോയിൻ മൈനറിൻ്റെ ജസ്റ്റ് സ്റ്റാർട്ട് മൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിത് എന്തൊക്കെയോ ജസ്റ്റ് കോഡിങ്ങും കാര്യങ്ങളൊക്കെ വെറുതെ ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ ഓരോന്ന് ചെയ്യാണ്. അപ്പോൾ ബിറ്റ് കോയിൻ മൈനിങ്ങിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് പാസ്വേഡ് ക്രാക്കർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പാസ്വേഡ് ക്രാക്കർ എന്നുള്ള ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളുടെ പാസ്വേഡ് ക്രാക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്രാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്നെ ഒരു റാൻഡം പാസ്വേഡ് വെറുതെ ജസ്റ്റ് കോഡുകൾ അടിച്ച് വരുന്നത് പോലെ റാൻഡം പാസ്വേഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് റാൻഡം പാസ്വേഡ് തരും. നമുക്കിത് എവിടെ യൂസ് ചെയ്യാനൊന്നും കഴിയില്ല, വെറുതെ നമുക്കൊന്ന് ചെയ്യാമെന്ന് മാത്രം. പിന്നെ റിമോട്ട് കണക്ഷൻ എന്നുള്ളതാണ്. ഈ റിമോട്ട് കണക്ഷനാണ് കുറച്ചുകൂടി ഒരു രസമായിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും കീബോർഡിൽ എന്ത് ടൈപ്പ് ചെയ്താലും അവർ സെറ്റ് ചെയ്ത് വെച്ചുള്ള ഒരു കോഡാണ് അവിടെ റൺ ആവുന്നില്ല, ജസ്റ്റ് അത് ടൈപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് റിമോട്ട് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ സെർവർ എന്നുള്ള ഓപ്ഷൻ ഒരു ഇതുകൂടി ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മളിതിൽ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പുറത്ത് എന്ത് വരും, നമ്മൾ മെയിൻ സെർവർ എന്നുള്ള ഇപ്പോൾ ആക്സസ് ഡിനൈഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ അതായത് നമ്മൾ വേറൊരു റിമോട്ട് സെർവറായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിന് ചെറിയ എമൗണ്ട് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുക്കുന്നത്. അവർ പ്രാങ്കായിട്ട് കൊടുത്തിട്ടുള്ളത്, തമാശ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഓരോന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ആക്സസ് ഇല്ല, ലോഗിൻ റിക്വയർഡ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ലോഗിൻ പാസ്വേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പാസ്വേഡ് ക്രാക്കർ ഓപ്പൺ ആവും. നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് എന്താ വെച്ചാൽ ആൾക്കാരെ വെറുതെ ഇങ്ങനെ കാണിച്ച് പറ്റിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതിൽ വരുന്ന ഇന്റർപോൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ഡാറ്റാബേസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് നമ്മളെ വണ്ടികളുടേത്, സർവൈലൻസിൻ്റെത്, പിന്നെ ഹെഡ് ക്വാർട്ടർ സർവൈലൻസ് പറഞ്ഞിട്ട് അവരൊരു സർവൈലൻസ് അവരുടെ തന്നെ ഒരു വിഷ്വലിൻ്റെ ഡാറ്റ, ഒരു സർവൈലൻസ് CCTVയുടെ ഡാറ്റ അവിടെ തന്നിട്ടുണ്ട്. പിന്നെ ന്യൂക്ലിയർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു മാപ്പ് കാര്യങ്ങൾ, പ്രോഗ്രാം കൺസോള് കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും സംഭവങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ ആരെങ്കിലും ഒരു ജസ്റ്റ് തമാശക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും ഒരു ഹാക്കിങ്ങിൻ്റെ മെത്തേഡല്ല. ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഇന്നലത്തെ നമ്മൾ ആ 5ാം പാതിരയിലെ സീനുകൾ ഓർത്ത് വെച്ചാൽ മതി. ഏകദേശം ഇതുപോലത്തെ സ്ക്രീനുകൾ തന്നെയാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതും ചെയ്യുന്നതെന്നുള്ളതാണ്. അതിങ്ങനെ ആയിക്കോളണമെന്നില്ല, ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ നോക്കിയപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമുക്കൊരു ഓട്ടോമേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ വിഷ്വൽ എടുത്തപ്പോൾ ഓട്ടോമേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓട്ടോമേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ ഒരു ഇത് കൊടുത്തിട്ട് അവരുടെ അവിടെ ടൈപ്പ് ചെയ്യാനുള്ളതും എല്ലാം അവരെന്നെ കൊടുന്ന് ചെയ്യും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വെറുതെ നോക്കി നിന്നാൽ മതി. അതിങ്ങനെ വെറുതെ നമുക്ക് വേണമെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയും ചെയ്യാം അറ്റ് എ ടൈം. അതങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ കീബോർഡിലത്തെ ബട്ടൺസ് യൂസ് ചെയ്തിട്ട് ആക്സസ് ഡിനൈഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പോൾ 1 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് ഡിനൈഡ് എന്നുള്ളതാണ് വരിക. 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ ഗ്രാൻഡഡ്, 3 ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാളിങ് മാൽവെയർ, അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ബട്ടണിനും ഓരോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് അവരുടെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതായി കാണുന്ന രൂപത്തിൽ ഈ കീകൾക്കൊക്കെ ഇന്ന ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അത് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിന് എക്സിറ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് F11 അടിക്കുക, അല്ലെങ്കിൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രോസ് ബട്ടൺ ഉണ്ട്. ആ ക്ലോസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് അടിക്കാം. ഇപ്പോൾ ഇവരുടെ ജസ്റ്റ് ഹാക്കിങ്ങിൻ്റെ സംഭവം കണ്ടു നിങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇവരുടെ തന്നെ വേറെയും കുറച്ചുകൂടി സ്റ്റിമുലേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഗ്രീക്ക് പ്രാങ്ക് എന്ന് നമ്മൾ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഹാക്കർ ഉണ്ട്, ക്രാക്ക്ഡ് സ്ക്രീന്, വൈറസ്, ജുറാസിക് പാർക്ക്, സൈറ്റ് മാപ്പ്. ഈ ജസ്റ്റ് പ്രാങ്ക് ബ്രോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇതുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ അതാ ഇവിടെ വിൻഡോസ് XP എന്ന ഒന്നുണ്ട്. ഇപ്പോൾ വിൻഡോസ് XPയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെല്ലാവരും 10 7 8 10ഒക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് XPയുടെ ഒരു സ്ക്രീന് നമുക്ക് ഇവിടെ അവർ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സുഹൃത്തിനെ നമുക്ക് വെറുതെ ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ സെർച്ച് ചെയ്താലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഇൻബിൽഡ് ആയിട്ട് വെച്ചുള്ള സെർച്ച് തന്നെയാണ് അതിൽ വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ കൊടുത്തുള്ള ടെസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ രൂപത്തിൽ അത് ചെയ്യാം. അപ്പോൾ അതും ജസ്റ്റ് F11 അടിച്ചു കഴിഞ്ഞാൽ ബാക്ക് പോരും. എന്നിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഹാക്കർ എന്നുള്ള നമ്മൾ നോക്കി iOS അപ്ഡേറ്റിൻ്റെ ആണ് ഇത്. ജസ്റ്റ് അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ iOS അപ്ഡേറ്റ്, നമ്മളെ സിസ്റ്റം iOS അപ്ഡേറ്റ് വരുന്ന രൂപത്തിൽ കാണിക്കും. അത്രേ ഉള്ളൂ, വേറെ എക്സ്ട്രാ അധികം ഒന്നുമില്ല. അങ്ങനെ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് സീൻ്റെത് വരുന്നുണ്ട്. അതുപോലെ തന്നെ FBI ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതൊന്ന് വരുന്നുണ്ട്. ജസ്റ്റ് സിമ്പിളാണ്. നമ്മുടെ FBI നമുക്കൊരു ലോക്ക് ഇട്ട പോലെ ഇങ്ങനെ ഒരു സ്ക്രീന് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ സിസ്റ്റത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരാൾക്കാണ് ജസ്റ്റ് മുകളിൽ കൊടുത്തതിന് ഇങ്ങനെ ക്ലോസ് കൊടുത്തതിനെ പോകും. പക്ഷേ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്ക് ചെറിയ രീതിയിൽ പ്രാങ്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മെട്രിക്സ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ മെട്രിക്സിൻ്റെ കോഡുകൾ പോകുന്ന രൂപത്തിലുള്ള ജസ്റ്റ് ഒരു സ്ക്രീൻ സേവർ പോലെ നമുക്ക് ഇടാൻ പറ്റുന്ന രൂപത്തിലുള്ള സെറ്റപ്പ്. പിന്നെ വരുന്നത് TV നോയ്സ്. നമ്മളെ പണ്ട് ടി വിയിൽ വന്നിരുന്ന ആ നോയ്സിൻ്റെ ആ ഒരു ഇത് നമുക്കിതിൽ കൊണ്ടുവരാൻ കഴിയും. സ്ക്രീനിൽ വെറുതെ നമുക്കിത് ഒരു സ്ക്രീൻ സേവർ അല്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ കഴിയും. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ആണ് അതിൽ വന്നിട്ടുള്ളത്. ഒരു ജുറാസിക് പാർക്ക് എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്.
അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജുറാസിക് പാർക്കിൻ്റെ കാര്യങ്ങൾ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് അവിടെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെതും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തൊക്കെ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ത്രില്ലിങ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഹാക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു രസത്തിന് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ മാറ്റം വരുത്തേണ്ട അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത്, മറ്റെന്ത് അഭിപ്രായമാണെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തുടക്കം മുതലേ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്ന് വിശ്വസിക്കുന്നു. മാറ്റങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. കൊറോണ കാലമാണ്, അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.